ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മുടെ ഈ ഭാഗം നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് പച്ചക്കറികളും കുറച്ച് ചെറിയൊരു ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ട്ടോ അത് ക്ലീൻ ചെയ്യാൻ നിന്നത്. അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് വെച്ചാലും അവർ കൊത്തി തിന്നുന്നത് കൊണ്ട് കുറച്ച് നാളായിട്ട് നമ്മുടെ വീട്ടിൽ പൂച്ചെടികളോ പച്ചക്കറികളോ ഒന്നും തന്നെ വയ്ക്കാറില്ല. ഇപ്പോൾ നമ്മൾ അവരെ ഓരോരുത്തരായിട്ട് കൊടുത്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് പച്ചക്കറിയും ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അവരൊക്കെ കുറച്ച് പേരൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗം ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം മാറ്റി ദേ ഇതുപോലെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒക്കെയും ചേർന്നിട്ടാണ് ട്ടോ അതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് മണ്ണ് മേടിക്കണം ഇവിടെ ഇടാനായിട്ട്. ഇവിടെ കുറച്ച് താഴ്ന്നാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് മണ്ണ് മേടിച്ചിടുകയും കൂടി വേണം. അതിനായിട്ട് മണ്ണ് കിട്ടാൻ പിന്നീട് കുറച്ച് ദിവസം വൈകി. പിന്നീട് മണ്ണും കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ടിപ്പർ വരാത്തതുകൊണ്ട് വഴിയിലാണ് ട്ടോ തട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഇക്കയും കൂടിയിട്ടാണ് ഇത് മുഴുവൻ വീടിൻ്റെ ഉള്ളിലേക്ക് നൈറ്റ് ഫുള്ള് നിന്ന് കിടത്തിയത്. കാലത്ത് എണീക്കുമ്പോഴേക്കും നല്ല മഴ പെയ്ത് മണ്ണ് മുഴുവൻ നല്ല ചേറായിട്ട് ആ ഒരു സ്ഥിതിയിലായിരുന്നു. പിന്നീട് ഇത് വെട്ടിക്കോരി ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. കാലെല്ലാം പൂന്തി പോവുമായിരുന്നു ചെരുപ്പിലെല്ലാം മണ്ണ് ഒട്ടിയിട്ട്. അങ്ങനെ ഞാനും ഇക്കയും കൂടി തന്നെ അതും കൂടി ഒന്ന് ക്ലിയറാക്കി അവിടെ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ 1, 2 കോഴിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടി കൊടുത്ത് ഒഴിവാക്കാതെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ എന്ത് ചെയ്തു, ദേ ഇവരെ കൂടി നമ്മൾ ഒഴിവാക്കുമ്പോഴേക്കും ഈ മണ്ണ് നല്ലതുപോലെ ഉറച്ചിരുന്നു ട്ടോ. ചെമ്മണ്ണായിരുന്നു ചോദിച്ചിരുന്നെങ്കിലും തന്നത് ഈ ചേറായിട്ടുള്ളൊരു മണ്ണാണ്. അപ്പോൾ ഇത് നല്ല പശ പോലെ ഒട്ടിക്കിടക്കുന്നതുകൊണ്ട് പിന്നീട് നമ്മൾ കോഴിനെ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കൊത്തി ഇളക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അതിനുശേഷം അതെല്ലാം കൊത്തി ഇളക്കിയിട്ട് നമ്മൾ പച്ചക്കറികളും കുറച്ച് പൂച്ചെടികൾ അധികമൊന്നും ഇവിടെ കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിക്കാനായിട്ട് അടുത്തുള്ളൊരു നഴ്സറിക്കാണ് ട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തൈകൾ മേടിച്ചു. കുറച്ച് പച്ചക്കറികളാണ് ട്ടോ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. ഒരു മുന്തിരീൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. 21 രൂപയാണ് ട്ടോ ആ ഒരു തൈക്ക് വരുന്നത്. അങ്ങനെ ഇത് മെലസ്റ്റോമയാണെന്ന് തോന്നുന്നു. ആ ഒരു ചെടിയും വാങ്ങി. ജമന്തി അധികം വാങ്ങിയില്ല ട്ടോ. ഇവിടെ അധികം കളക്ഷനൊന്നും ഇല്ല. പിന്നെ നല്ല റേറ്റും ഉണ്ട് അമ്മ. അപ്പോൾ മെല്ലെ മെല്ലെ ഓരോന്ന് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഒരു 2, 3 പൂച്ചെടികളും അങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്ക് വേറെയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അത് മെല്ലെ മെല്ലെ വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ സാധനങ്ങൾ ചെടികളെല്ലാം മേടിച്ച് പ്ലാന്റ്സൊക്കെ മേടിച്ചിട്ട് വേറെ വീട്ടിലേക്ക് വരുമായിരുന്നു ട്ടോ. വന്നതെല്ലാം വണ്ടിയിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച ശേഷം അടുത്ത ദിവസം ആണ് നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ദേ ഇവരൊക്കെ ഇതുപോലെ വിടർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ്. ഒരു സന്തോഷമാണല്ലേ ഇങ്ങനെ പച്ചക്കറികളും പൂച്ചെടികളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത്. അടുത്ത ദിവസം വൈകിട്ട് ദേ മെലസ്റ്റോമ നട്ടു കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ളൊരു വളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് കരിയിലയും കാര്യങ്ങളൊക്കെ അതിലിട്ട് കൊടുത്തിട്ടാണ് അത് വെക്കുന്നത്. പുറക് വശത്ത് ഇതുപോലെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചായ കുടിയും ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഈ വീടിൻ്റെ പുറക് വശത്തായിരിക്കും ട്ടോ. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു മനസ്സിനൊരു പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ട്ടോ. അങ്ങനെ അന്ന് നൈറ്റ് ഫുള്ളായിട്ട് നമ്മളൊരു 8, 9 മണി വരെ നിന്നിട്ടാണ് ട്ടോ ഈ പച്ചക്കറി മുഴുവൻ നട്ടു കൊടുത്തത്. കാലത്ത് എണീക്കുമ്പോഴുള്ളൊരവസ്ഥയായിരുന്നു. നല്ല ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.